ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് IDBI ബാങ്കിൽ വന്നിരിക്കുന്ന വാക്കൻസിനെ കുറിച്ചിട്ടാണ്. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഡീറ്റെയിൽസിലോട്ട് അടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. ഇന്ത്യയിലുടനീളമായിട്ടായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ഏകദേശം 86 വാക്കൻസികളാണുള്ളത്. പരസ്യ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് മാനേജർ ഗ്രേഡ് ബിയിൽ 46 എണ്ണവും, അസിസ്റ്റന്റ് ജനറൽ മാനേജർ AGMലോട്ട് ഗ്രേഡ് സിയിലോട്ട് 39 വാക്കൻസി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ DGMലോട്ട് ഗ്രേഡ് ഡിയിലോട്ട് വരുന്നത് ഒരു വാക്കൻസിയാണ്. ഇനി പോസ്റ്റ് വൈസ് വാക്കൻസീസ് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോഡ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ടോട്ടൽ വാക്കൻസി അങ്ങനെയാണ്. അപ്പോൾ ഓഡിറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത് മാനേജറിലോട്ട് വാക്കൻസി ഇല്ല. അസിസ്റ്റന്റ് ജനറൽ മാനേജറിലോട്ട് 4 വാക്കൻസിയാണ്. ജനറൽ ഡെപ്യൂട്ടി മാനേജറിൽ വരുന്നത് 0 വാക്കൻസിയാണ്. ടോട്ടൽ 4 വാക്കൻസിയാണ്. ഫ്രോഡ് റിസ്ക് മാനേജ്മെൻറ്റിൽ 4 മാനേജർ വാക്കൻസി, 4 അസിസ്റ്റന്റ് ജനറൽ മാനേജർ വാക്കൻസി, ഡെപ്യൂട്ടി ജനറൽ 1 വാക്കൻസി, ടോട്ടൽ 9 വാക്കൻസികളാണ്. റിസ്ക് മാനേജ്മെൻറ്റിൽ മാനേജർ 3, അസിസ്റ്റന്റ് മാനേജർ 5, ഡെപ്യൂട്ടിയിൽ ഇല്ല. അപ്പോൾ 8 വാക്കൻസിയാണ്. കോർപ്പറേറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് ഇൻക്ലൂഡിങ് റീറ്റെയിൽ ക്രെഡിറ്റിൽ മാനേജറിൽ വരുന്നത് 31, അസിസ്റ്റന്റ് മാനേജർ വരുന്നത് 25, ഡെപ്യൂട്ടിയിൽ വാക്കൻസിയിലില്ല. ടോട്ടൽ 56 വാക്കൻസികളാണ്. ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രിമിസസിൽ വരുന്നത് 4 മാനേജർ വാക്കൻസി, 1 അസിസ്റ്റന്റ് ജനറൽ മാനേജർ വാക്കൻസി, ഡെപ്യൂട്ടിയിൽ യാതൊരു വാക്കൻസികളില്ല. ടോട്ടൽ 5 വാക്കൻസിയാണ്. സെക്യൂരിറ്റിയിൽ 4 മാനേജർ വാക്കൻസി ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 4 വാക്കൻസി തന്നെയാണ് ഇതിലുള്ളത്. ഈ ഒരു തരത്തിലാണ് 46 മാനേജർ വാക്കൻസി, അസിസ്റ്റന്റ് 39, ഡെപ്യൂട്ടിയിൽ 1 വാക്കൻസി. ഓൾ ടോട്ടൽ 86 വാക്കൻസികളാണ് നിലവിലുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ഓഡിറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലോട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ CA BSc ഇൻ CS കമ്പ്യൂട്ടർ സയൻസിലാണ്. ഗ്രാജുവേഷൻ BE അല്ലെങ്കിൽ BTech, ME ഓർ MTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ, ഇലക്ട്രോണിക്സിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡിജിറ്റൽ ബാങ്കിങ്ങിൽ, MSc ഇൻ IT, കമ്പ്യൂട്ടർ സയൻസ്, MCA ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രോഡ് റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് BSc ഇൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിലാണ്. ഇനി BE അല്ലെങ്കിൽ BTech ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിസ്ക് മാനേജ്മെൻറ്റിന് CFA, FRM, ICWA, CA, MBA ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ്, BCA, BSc ഇൻ CS ഓർ IT അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ BE, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എന്നീ വിഭാഗങ്ങളിലെല്ലാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കോർപ്പറേറ്റ് ക്രെഡിറ്റ് റീറ്റെയിൽ ബാങ്കിങ് ഇൻക്ലൂഡിങ് റീറ്റെയിൽ ക്രെഡിറ്റിലെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഡിഗ്രിയും PG ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് IMDയിൽ പ്രിൻസിപ്പൽ വരുന്നത് BE അല്ലെങ്കിൽ BTech ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സെക്യൂരിറ്റിക്ക് ഗ്രാജുവേഷൻ മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. പേയ്മെൻറ്റ് വരുന്നത് മാനേജർ പോസ്റ്റിലോട്ട് 76,000 രൂപ മുതലാണ്, അസിസ്റ്റന്റ് ജനറൽ മാനേജറിലോട്ട് 63,000 രൂപ മുതലും, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിൽ 48,000 മുതലുമാണ് സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് വന്നിട്ട് മാനേജർ ഗ്രേഡ് ബിയിലോട്ട് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് ജനറൽ മാനേജറിലോട്ട് 28 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ കാറ്റഗറിയിലോട്ട് വന്നിരിക്കുന്നത് 35 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ്. ആപ്ലിക്കേഷൻ ഫീനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഫോർ ജനറൽ EWS OBC കാറ്റഗറിയിലോട്ട് 1000 രൂപയും അതിൽ ആപ്ലിക്കേഷൻ ഫീ പ്ലസ് ഇൻറ്റിമേഷൻ ചാർജസ് പ്ലസ് GST അടങ്ങിയിട്ടുണ്ട്. ഫോർ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 2000 രൂപയാണ്. ഇൻറ്റിമേഷൻ ചാർജസ് ഓൺലിയാണ് പരിഗണിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, എഴുത്ത് പരീക്ഷ, പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നടക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഡിസംബർ 9-ാം തീയതി മുതൽ ഡിസംബർ 25-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ടൈം വരുന്നത്. ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫോർമേഷനായിട്ട് വീണ്ടും കാണാം.